ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2021. അപ്പം സഞ്ചാരലോകത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഐറ്റമാണ്. സിമ്പിളാണ്, എന്നാലൊരു സ്പെഷ്യൽ കൂട്ടെല്ലാം വെച്ചിട്ടുള്ള ഒരു അവൻ ബേക്ക്ഡ് ചിക്കൻ. അത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക്. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ ഈ റെസിപ്പി പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഈ വീഡിയോ നമ്മുടെ സഞ്ചാര ലോകത്തിനായിട്ട് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്ന നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്, അന്നാമ്മയും മത്തായിച്ചനും. അവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, നമ്മുടെ ക്രഷ്ഡ് പെപ്പർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാല, നമുക്കെല്ലാം കിട്ടുന്ന മീറ്റ് മസാല നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഒരു 2 കിലോയോളം വരുന്ന ഒരു ഫുൾ ചിക്കനാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ, ഈ റെസിപ്പിയുടെ ഒരു സ്പെഷ്യൽ കൂട്ട് ഈ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളൊരു 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നമ്മൾ കൊടുത്തു. ഇനി ഇതിലൊരു 1/2 പീസ് ലൈമ്, നമ്മുടെ ചെറുനാരങ്ങ ഒരു 1/2 പീസ് ഇതിനകത്തേക്ക് സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു അരപ്പ് നിങ്ങൾക്ക് കിട്ടും. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി ഡ്രൈ ആയി പോകുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണ് ഈക്വലൻ്റായിട്ട് ഇത്തിരിയും കൂടെ എണ്ണ കൊടുത്ത് നമുക്കതിനെ ഒന്നും കൂടി അത് ഒത്തിരി ഹാർഡായി പോവാതെ നമുക്കൊന്നും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളൊരു 10 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മളുടെ അരപ്പിലേക്ക് നിങ്ങൾ നേരത്തെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കിയിട്ട് തണുപ്പിച്ച വെള്ളമാണ്. അതൊരു 1/2 മുതൽ അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണിന് കണക്കാക്കി നിങ്ങൾ അതിലൊഴിച്ചിട്ട് അതൊന്നും കൂടി നമ്മൾ അരപ്പിനെ ലൂസ് ചെയ്യുവാണ്. അത് ഈ അരപ്പ് ലൂസാവുന്നത് നമുക്ക് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പായിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്ത് സ്കിന്നെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിൽ നമുക്കിനി ഒരു നൈഫ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. ആ ലൈൻസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ ചിക്കൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് അരപ്പ് വരും. നമ്മളിനി ഈ അരപ്പ് എടുത്തിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതിനെ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചു വരും. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിനി ഫയർ ഗ്രില്ലിലേക്ക് വെക്കുവാണ്. അവൻ്റെ ഉള്ളിൽ നോർമൽ അവനാണെങ്കിൽ ഒരു 200 സെൽഷ്യസിൽ വെക്കുക. നിങ്ങളുടെ ഇത് ഫയർ ഗ്രില്ലാണെങ്കിൽ ഗ്യാസ് മാർക്ക് ഒരു 5 to 6 വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ, സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയാണ്.
ഒരു 1 അവർ ടു 1 അവർ 15 മിനിറ്റ്സ് എടുക്കും. ഇതൊരു ഹോൾ ചിക്കൻ ആയതുകൊണ്ട് നിങ്ങളൊരു ഫസ്റ്റ് 30 മിനിറ്റ്സ് കഴിയുമ്പം ആ സ്ലോ ടു മീഡിയം ഹീറ്റിൽ നിങ്ങളത് ചിക്കനെ വെളിയിലെടുത്തിട്ട് നമ്മളൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. തിരിച്ചു വെച്ച് കൊടുത്ത് വീണ്ടും ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ കണ്ടിന്യൂസ്ലി അങ്ങനെ കുക്ക് ചെയ്യണം. ഹോൾ ചിക്കൻ ആയതുകൊണ്ട് ഈ ഒരു ഹീറ്റ് സെറ്റപ്പിൽ അത്രയും സമയമെടുക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഒരു ഇത്രയും കൂടി ഹീറ്റ് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും, ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വരും. അപ്പം നല്ല ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാതരം റൈസ് വിഭവങ്ങളുടെയും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി ചിക്കനാണ്, ബേക്ക്ഡ് ചിക്കനാണ്, ഗ്രിൽ ബേക്ക്ഡ് ചിക്കനാണിത്. നല്ല ടെൻഡർ ചിക്കനായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പുറം ഭാഗം മൊരിഞ്ഞിരിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിപ്പം അതിൻ്റെ ഒരു സ്ലൈസ് മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടെൻഡർ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ലൈക്സും കമൻസും ഇടുക. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സഞ്ചാര ലോകത്തിൽ നിന്നും ബൈ.